കോൺഗ്രസിന്റെ ഡിജിപി ഓഫീസ് മാർച്ചിൽ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് രണ്ടാം പ്രതി. രമേശ് ചെന്നിത്തലയും എംപിമാരുമടക്കം കണ്ടാലറിയാവുന്ന 500 പേർക്കെതിരെയും കേസ്. പോലീസിനെ ആക്രമിക്കൽ, മാധ്യമപ്രവർത്തകനെ കല്ലെറിയൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഹരി, മുതിർന്ന നേതാക്കളെ അടക്കം പ്രതി ചേർത്ത് കേസെടുത്തിരിക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? സ്നേഹ, നവകേരള സദസ്സ് തുടങ്ങിയതിനു ശേഷം പ്രതിപക്ഷം നടത്തുന്ന എല്ലാ സമരങ്ങളുടെയും അവസാനം ഇങ്ങനെ തന്നെയാകുന്നു. അതായത് പ്രധാനപ്പെട്ട നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള എല്ലാ സമരങ്ങളിലും ഈ നേതാക്കൾ പ്രതികളാക്കിക്കൊണ്ട് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമാകുന്നത്. ഇന്നിപ്പോൾ നടന്നിട്ടുള്ള കോൺഗ്രസിന്റെ ഡിജിപി ഓഫീസ് മാർച്ചിനിടെ സംഘർഷമുണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കേസെടുത്തതിൽ ഒന്നാം പ്രതിയായി വരുന്നത് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനാണ്. രണ്ടാം പ്രതിയായിട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും തുടർന്ന് രമേശ് ചെന്നിത്തല, അതുപോലെ പരിപാടിയിൽ പങ്കെടുത്ത ശശി തരൂർ എം പി, അടൂർ പ്രകാശ് എം പി, കെ മുരളീധരൻ എം പി തുടങ്ങിയ ആളുകളും ഒപ്പം കണ്ടാലറിയാവുന്ന 500-ലധികം പേർക്കെതിരെയും ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടുള്ള വകുപ്പ് എന്ന് പറയുന്നത് പോലീസിനെ ആക്രമിച്ചു എന്നുള്ള കുറ്റം തന്നെയാണ്. അതിനുശേഷം മാധ്യമപ്രവർത്തകൻ, അതായത് ഒരു മാധ്യമപ്രവർത്തകനെ ഇന്ന് തലയ്ക്ക് കല്ലേറ് കൊണ്ടിരുന്നു. ആ മാധ്യമപ്രവർത്തകനെ കല്ലെറിഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റം കൂടി ചുമത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് സാധാരണ വകുപ്പുകൾ, അതായത് ഗതാഗത തടസ്സം സൃഷ്ടിക്കൽ, അനധികൃതമായി കൂട്ടം ചേരൽ തുടങ്ങിയ വകുപ്പുകളെല്ലാം തന്നെ ചുമത്തിയാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്ന സമരങ്ങളും ഇങ്ങനെ തന്നെയായിരുന്നു. കെ.എസ്.യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും എല്ലാ സമരങ്ങളിലും ഇത്തരത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കോൺഗ്രസിന്റെ ഡിജിപി ഓഫീസ് മാർച്ചിൽ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് രണ്ടാം പ്രതി. മറ്റ് കണ്ടാലറിയാവുന്ന 500 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.